നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് അരളിയെയാണ്. മനോഹരമായ പുഷ്പങ്ങൾക്ക് വേണ്ടി നമ്മൾ നട്ടുവളർത്തുന്ന ഒരു ചെടിയാണ് അരളി. സുശ്രുതത്തിൽ ഇതിനെ വ്രണത്തിലും കുഷ്ഠത്തിനും ബാഹ്യലേപനത്തിനായി നിർദ്ദേശിച്ചിരിക്കുന്നു. ആയുർവേദത്തിൽ ഈ ഔഷധത്തെ സപ്തോപവിഷത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോസൈനേസിയ കുടുംബാംഗമായ ഇതിൻ്റെ ശാസ്ത്രനാമം ടെവിറ്റ നെറിഫോളിയ എന്നാണ്. പുഷ്പങ്ങളുടെ നിറത്തെ ആധാരമാക്കി 4 തരത്തിലുണ്ട്. മഞ്ഞ അരളിയുടെ പൂവും ഇലയും തന്നെ മറ്റു 3 അരളിയുടേതിനേക്കാൾ വിഭിന്നമാണ്. സംസ്കൃതത്തിൽ ഇതിനെ കരവീരം, അശ്വമാര, അശ്വഘ്ന എന്നിങ്ങനെ വിളിക്കുന്നു. ഇന്ത്യയിൽ എല്ലായിടത്തും വളരുന്നു. എല്ലാ ഭൂപ്രദേശങ്ങളിലും എല്ലാ കാലാവസ്ഥയിലും അതിജീവിക്കാനുള്ള കഴിവുണ്ട് ഇതിന്. 3 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു സസ്യമാണിത്. ഇതിൻ്റെ തൊലി ചാരനിറത്തിലാണ്. ഇതിൻ്റെ ഇലകൾ ദീർഘാകാരത്തോടു കൂടിയതാണ്. തണ്ടിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതാണ്. ഇതിൻ്റെ ഇലയുടെ 2 അറ്റവും കൂർത്തിരിക്കും. മഞ്ഞ അരളിയുടെ ഇലകൾ ചുവന്ന അരളിയുടേതിനേക്കാൾ വണ്ണം കുറഞ്ഞതും നീളമുള്ളതും തിളക്കമേറിയതുമാണ്. ഇതിൻ്റെ പൂക്കൾ കുലകളായാണ് കാണുന്നത്. തണ്ടിലിൻ്റെ ഏതു ഭാഗത്തു നിന്ന് വേണമെങ്കിൽ ഉണ്ടാവാം. മഞ്ഞ അരളിയുടെ പൂവ് കോളാമ്പി പൂവിൻ്റെ ആകൃതിയിലാണ്. ചുവപ്പ്, വെള്ള, കറുപ്പ് എന്നതിൻ്റെ ഫലങ്ങൾ നീളത്തിലും 15 മുതൽ 20 സെൻറ്റിമീറ്റർ വരെ നീളത്തിലുള്ളതാണ്. മഞ്ഞയുടെ ഫലം ചതുഷ്കോണാകാരത്തിലുള്ളതാണ്. ഇതിൻ്റെ ഏത് ഭാഗം ഒടിച്ചാലും വെള്ള നിറത്തിൽ ഊറി വരുന്ന കറ കാണാം. ഇത് ദുർഗന്ധമുള്ളതാണ്, വിഷാംശമുള്ളതുമാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലൈക്കോജനിക് രാസഘടകങ്ങൾ വിഷാംശമുള്ളതാണ്. കാരാബിൻ, റോസോജനിൻ എന്ന രാസഘടകങ്ങളും ഒലിയാൻഡ്രിൻ എന്ന ആൽക്കലോയിഡും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. വേരിന്മേൽ തൊലി, ഇല എന്നിവയാണ് ഔഷധയോഗ്യ ഭാഗങ്ങൾ. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗം ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിവരിക്കുന്നതാണ്. അരളി അല്ലെങ്കിൽ കരവീരം, അതിന് വേറൊരു പേരുണ്ട്, അശ്വമാരം എന്ന് പറയും. അതായത് കുതിരയെ കൊല്ലുന്നതാണ് അർത്ഥം. ഈ കുതിരയെ കൊല്ലുന്നത് എന്നുള്ളത് പണ്ട് കാലത്ത് ഈ യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു വിഷച്ചെടിയായിരുന്നു ഈ അരളി. അതായത് ഈ അരളിയുടെ ഇല കരവീരത്തിൻ്റെ കായ, ഇല പറ്റിക്കാൽ ഉപരി കായ അരച്ച് ഈ അമ്പും വില്ലും പ്രയോഗിക്കുമ്പോൾ ആ അമ്പിൻ്റെ അറ്റത്ത് ഇങ്ങനെ പരട്ടും. അതുകൊണ്ട് അമ്പ് ഇത് കുതിരയുടെ മേലെ തറപ്പിക്കുക. അപ്പോൾ ആ വിഷം കുതിരയുടെ രക്തത്തിൽ എത്തിക്കഴിഞ്ഞാൽ കുതിര ചാവും. അങ്ങനെ കുതിരയെ കൊല്ല യുദ്ധത്തിലൊരു വിഷപ്രയോഗത്തിനായി ഉപയോഗിച്ചിരുന്ന ഒരു വിഷച്ചെടിയാണ് ഈ അരളി. അതാണ് അതിന് അശ്വമാരം എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പക്ഷേ അല്പം മാത്രയിൽ നല്ല അത്ഭുതമായ ഗുണമുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം ഈ ബ്രോങ്കൈറ്റിസ് എന്ന രോഗം, അതായത് ഈ ശ്വാസക്കാസ രോഗങ്ങൾ, ഈ ലങ്സിലൊക്കെ കഫം അടിഞ്ഞു കൂടിയിട്ട് ശ്വാസം കിട്ടാത്ത അവസരത്തിൽ ഇതിൻ്റെ വേരുമേൽ തൊലി ലേശം പൊടിച്ച് അല്ലെങ്കിൽ കഷായം വെച്ച് ലേശം തേൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ ചുമയും ശ്വാസം മുട്ടും കുറയും. പിന്നെ ഇതിൻ്റെ ഈ ഇലയും തണ്ടിൻ്റെ തൊലി അരച്ചൊരു പൂച്ച് പോലെ ആക്കിയിട്ട് ഈ ഉണങ്ങാത്ത പഴയ മുറിയിൽ അരച്ച് ബാൻഡേജ് ചെയ്ത് വെക്കും. പെട്ടെന്ന് തന്നെ അത് മുറി വ്രണശോധന രോപണം എന്ന് പറയും. മുറി പെട്ടെന്ന് തന്നെ ഉണങ്ങും. പിന്നെ ഈ അരളിയുടെ ഉപയോഗം ഈ ലൈക്കൻ പ്ലാനസ് അല്ലെങ്കിൽ ലൈക്കിനിഫൈഡ് എക്സിമ എന്ന് പറഞ്ഞ ചില രോഗങ്ങൾ, അതായത് ഈ ഗജചർമ്മം എന്ന് പറയും, ഈ ആനയുടെ തൊലി പോലെ ആവുന്ന ചില രോഗങ്ങളുണ്ട്, കാലിൽ ചൊറി. അതിൽ ചൊറിയുള്ള സമയത്ത് ഈ അരളിയുടെ വേര് അത് കഷായം വെച്ചിട്ട് ധാരാളം അങ്ങ് ധാര ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ചൊറിച്ചിൽ മാറും. ഒരാഴ്ചയോടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചൊറിച്ചിൽ നിശേഷം മാറും. അതാണ് പ്രായോഗികമായിട്ട് അരളിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം ഇപ്പോൾ കാണുന്നത്. പിന്നെ അരളി ഉപയോഗിച്ച് ധാരാളം ഔഷധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇതാണ് ഈ ഏക ഔഷധി എന്ന നിലയ്ക്ക് നമുക്ക് പ്രയോഗിക്കാവുന്നത്.